കേരളത്തിന്റെ ഹൃദയഭാഗമായ തൃശൂരിനടുത്ത് പെരുങ്ങോടുകര എന്ന ഗ്രാമത്തിൽ ഒരു അത്യന്തം വ്യത്യസ്തമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ഈ ക്ഷേത്രം സാധാരണ ക്ഷേത്രങ്ങളുപോലെയല്ല. ഇവിടെ ആരാധിക്കുന്നത് ഒരു ദൈവത്തെ മാത്രമല്ല, ഒരു ശക്തിയേറിയ അത്ഭുത ശക്തിയെയാണ്. ആ ക്ഷേത്രത്തിന്റെ പേര് അവണങ്ങാട്ട് കലരി വിഷ്ണുമായ ക്ഷേത്രം. കേരളത്തിലെ പലരും വിശ്വസിക്കുന്നത് ഇത് കുട്ടിച്ചത്തിന്റെ പ്രധാന സ്ഥാനമാണ്. പഴയ കഥകൾ പ്രകാരം വിഷ്ണുമായ എന്ന പരമശിവന്റെ ശക്തിയാൽ ജനിച്ചവനാണെന്ന് പറയുന്നു. വിശ്വാസം പ്രകാരം വിഷ്ണുമായ ഒറ്റയാളല്ലായിരുന്നു. അവനോടൊപ്പം നൂറുകണക്കിന് ചാത്തന്മാരും ജനിച്ചുവെന്ന് പുരാണങ്ങൾ പറയുന്നു. അവരിൽ ചിലർ യുദ്ധത്തിൽ വീണു. മറ്റുള്ളവർ ഭൂമിയിൽ മനുഷ്യരെ സംരക്ഷിക്കാൻ വിവിധ സ്ഥലങ്ങളിൽ താമസിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ട സ്ഥലം അവണങ്ങാട്ട് കലരിയായിരുന്നു. പഴയകാലത്ത് ഈ സ്ഥലം കാടുകൾ നിറഞ്ഞ പ്രദേശമായിരുന്നു. ആ കാടിനുള്ളിൽ കലരിപ്പയറ്റ് അഭ്യസിച്ചിരുന്ന കേളുണ്ണി പണിക്കർ എന്ന ഗുരു ഒരു ചെറിയ ക്ഷേത്രം സ്ഥാപിച്ചു. അവിടെയാണ് വിഷ്ണുമായയുടെ പ്രതിഷ്ഠ ആദ്യമായി സ്ഥാപിച്ചതെന്ന് വിശ്വാസം. ആ സമയത്ത് മുതൽ ഈ ക്ഷേത്രം കുട്ടിച്ചാത്തന്റെ പ്രധാന സ്ഥാനമായി മാറി. ഈ ക്ഷേത്രത്തിലെ ദേവൻ സാധാരണ ദൈവങ്ങളുപോലെ ശാന്തനായ രൂപത്തിലല്ല. ഇവിടെ വിഷ്ണുമായ ഒരു ഉഗ്രരൂപത്തിലാണ്. കയ്യിൽ ഒരു കുരുവടി, മറ്റേ കയ്യിൽ അമൃതകുംഭം. അവൻ ഒരു എരുമപ്പുറത്ത് സവാരിയിലാണ്. ഭക്തർ വിശ്വസിക്കുന്നത് ഈ ദൈവത്തിന് അത്യന്തം ശക്തിയുണ്ടെന്നാണ്. അതുകൊണ്ടാണ് ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവിടെ എത്തുന്നവരുടെ എണ്ണം വളരെ കൂടുതലാകുന്നത്. പൗർണമി ദിവസങ്ങളിലും അമാവാസ്യ ദിവസങ്ങളിലും പ്രത്യേക പൂജകൾ നടക്കാറുണ്ട്. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ഉത്സവം വെള്ളാട്ടു മഹോത്സവമാണ്. കുംഭമാസത്തിൽ നടക്കുന്ന ഈ ഉത്സവം 10 ദിവസം നീളുന്ന വലിയ ആഘോഷമാണ്. ആ ദിവസങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ ക്ഷേത്രത്തിലെത്തുന്നു. ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഇന്നും പല കഥകളും വിശ്വാസങ്ങളും നിലനിൽക്കുന്നു.